കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അതായത് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിട്ടിരുന്ന സമയത്ത് നിപ്പ വൈറസ് വന്ന സമയത്ത് നമ്മുടെ ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയായിട്ടുള്ള കെ മുരളീധരൻ്റെ ഒരു പരാമർശം. അപ്പം ഇതിപ്പോൾ വീണ്ടും, അതായത് എണ്ണം കെട്ടവർ മന്ത്രിസ്ഥാനത്തെത്തിയാൽ ഉണ്ടാവുന്ന അവസ്ഥ നാടുമുടിയും. അപ്പം ഈ ഒരു അന്നത്തെ ആ ഒരു വിവാദ പരാമർശം ഇപ്പോൾ വീണ്ടും ചർച്ചയാവുന്നുണ്ട്. അതായത് നിപ്പയും കൂടെ വന്ന ഘട്ടത്തിൽ ഇത് വീണ്ടും ചർച്ചയാവുന്നുണ്ട്. അപ്പം അതിന് ഈ പറയുന്ന മുരളീധരൻ്റെ ഒരു വിശദീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതൊന്നും ഈ സീറ്റിൽ ബാധകമല്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ശരിയാ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്ത് വാവിട്ട വാക്കം പറയാൻ പറ്റുന്നവരാണ് ഈ കോൺഗ്രസ്സുകാർ. അത് കാലം പണ്ട് മുതൽ തന്നെ പല കാര്യങ്ങളും നമ്മൾ തെളിയിച്ചു തന്നെയാണ്. ഇതിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് പറഞ്ഞ എന്താണ്, വന്യജീവി സംഘർഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആനകൾക്ക് എന്താണ് കുറവെന്നുള്ളത് നോക്കണം, അവിടെ ഭക്ഷണവും വെള്ളവും ആനകൾക്ക് കാടിനുള്ളിൽ എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത്. അവർ അധികാരത്തിൽ കയറിയതിന് ശേഷം ഷിബു ബേബി ജോണിനെ പോലെ ഒരാൾ വനം മന്ത്രി ആയതിനു ശേഷം 6ഓളം മരണം സംഭവിച്ചു. ഇപ്പോൾ വീണ്ടും അവർ അറ്റാക്ക് നടക്കുന്നു ഇവരുടെ, അതായത് വന്യജീവികളുടെ. എന്തുകൊണ്ടാണ് ഈ ഭക്ഷണവും വെള്ളം എന്താ ലോറിക്കകത്ത് കയറ്റി കാട്ടിനകത്ത് എത്തിച്ചു കൊടുക്കാൻ എന്താ മന്ത്രിമാർക്ക് സമയം കിട്ടിയില്ലേ? അല്ലേ? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി വരും. മുനമ്പം വിഷയം പരിഹരിക്കാൻ 10 മിനിറ്റ് മതി എന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞവരാണ്. അപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് അന്ന് പറഞ്ഞിട്ട് ഇന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എത്ര കാലമായി നമ്മൾ ആലോചിച്ച് നോക്കും. എന്നിട്ട് മുനമ്പം വിഷയം ഇടം വരെയായി, പരിഹരിക്കപ്പെട്ടോ? എന്നിട്ട് ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു എന്നും പറഞ്ഞിട്ടൊരു വെറുതെ അടിച്ചിട്ട് പോവല്ലേ. അപ്പം ഇത് ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്തും പറയാം. ഞങ്ങൾ ഇതിൽ കയറി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, PM ശ്രീ പദ്ധതി എടുത്ത് തോട്ടിക്കളയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ, എറിയാൻ തോട് കണ്ടില്ലേ? അപ്പം ഇങ്ങനെ പല കാര്യങ്ങളും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് എന്തും പറയാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഭരണപക്ഷത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ മേലേക്ക് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ വരുമെന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധ്യവും ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്ന CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് രാഷ്ട്രീയ പാർട്ടി ഇരുന്നാലും അവർക്കുണ്ടാകണമെന്നേ. അതിനാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത്. ഇവിടെ ആരോഗ്യവകുപ്പിലേക്ക് ഒരു മന്ത്രി ചുമതല ഏൽക്കുമ്പോൾ ആ മന്ത്രിക്ക് അറിയേണ്ടതുണ്ട്, ഞങ്ങൾക്കും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും. കാലം അങ്ങനെയാണ്, കാലം ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അധികാരത്തിൽ ഏറുന്ന സമയത്ത് പകർച്ചവ്യാധികൾ ഉണ്ടാകും, പകർച്ചവ്യാധികളാണ്. അതുണ്ടാകുമ്പോൾ അതിന് സ്വീകരിക്കേണ്ട പ്രോട്ടോകോൾ എന്തൊക്കെയാണ്, ഇതൊക്കെ അന്നത്തെ മന്ത്രിമാർ ചെയ്യുന്നത് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് കണ്ടുപഠിക്കുകയെങ്കിലും വേണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ അതിനെ വിമർശിക്കാം, പക്ഷെ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വിമർശിക്കണം. റൂട്ട് മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ടോ? ഈ പറയുന്ന ആളുകൾ പണ്ട് എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരാൾ രോഗം സ്ഥിരീകരിച്ച് അയാൾ അഡ്മിറ്റ് ചെയ്ത് പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അയാൾ സഞ്ചരിച്ച് റൂട്ട് മാപ്പ് നോക്കും. കാര്യം എന്താ, വൈഡ് സ്പ്രെഡ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ റൂട്ട് മാപ്പ് ഉണ്ടാക്കുന്ന ഒരു സംവിധാനം, ഒരു പ്രോട്ടോകോൾ കൊണ്ടുവന്നു. അതിന് മുമ്പ് നമ്മൾ ഈ റൂട്ട് മാപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. നമുക്കറിയാം, ഇറ്റലിയിൽ നിന്നെന്തോ ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വന്നവരാണെന്ന് തോന്നുന്നു. ഇറ്റലിയിൽ നിന്ന് എവിടുന്നോ വന്ന ഒരു കോവിഡ് സമയത്ത് അവർ പോയ റൂട്ട് മാപ്പ് ഉണ്ടാക്കിയതുകൊണ്ടാണ് പലരെയും പെട്ടെന്ന് ക്വാറന്റൈൻ ചെയ്യാനും രോഗവ്യാപനം തടയാനും കഴിഞ്ഞത് നമ്മുടെ കേരളത്തിൽ. ഒരു ഫാമിലി വന്നിട്ട് നമ്മൾ എന്തെല്ലാം ചീത്ത വിളിച്ചു അവരെ, ഇവന് വീട്ടിൽ ഇരുന്നാൽ പോരെ എന്ന് വരെ നമ്മൾ അയാളുടെ റൂട്ട് മാപ്പ് കണ്ടു പറഞ്ഞു. അയാൾ ഇന്ന് പിന്നെ കോട്ടയത്താണെങ്കിൽ നാളെ അയാൾ തിരുവനന്തപുരത്താണ്. അപ്പം ഇപ്പം നമ്മൾ ആലോചിക്കുകയാണ്, ഇവനൊക്കെ വീട്ടിൽ ഇരുന്നാൽ പോരെ. നമ്മൾ വീട്ടിനകത്ത് ഇരുന്നുകൊണ്ട് ഈ പത്രം നോക്കിക്കൊണ്ട് നമ്മൾ അവരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താ? അപ്പം ആ റൂട്ട് മാപ്പ് ഉള്ളതുകൊണ്ട് അയാൾ ആരുമായിട്ടൊക്കെ സമ്പർക്ക പട്ടിക തയ്യാറാക്കിക്കൊണ്ട് അയാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെല്ലാം ക്വാറന്റൈൻ ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയി ഒരു പ്രോട്ടോകോൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കണമെന്നേ. അത് ഉണ്ടാക്കിയെടുക്കാൻ വയ്യാതെ ഞാൻ അന്നിരുന്ന സമയത്ത് ഞാൻ അതൊക്കെ പറയും, ഞാൻ ഇന്നിരിക്കുന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ കസേരയിലാണ് എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്ന് പറഞ്ഞതൊക്കെ പിന്നെ എന്താ പറയുക, ഇങ്ങനെയാണ്, ഇരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്നാണ് പറയേണ്ടിയിരുന്നത്. ഇതേ ആൾക്കാർ തന്നെ വീണ്ടും ഭരിക്കുമ്പോൾ ഇത് വീണ്ടും ഉണ്ടാകേണ്ട, നിപ്പയാണെങ്കിലും ഉണ്ടാകും, ഷിഗല്ല ഇപ്പൊ വന്നിരിക്കുന്നു, അതോടൊപ്പം തന്നെ ഇനി മസ്തിഷ്ക ജ്വരം ബാധിക്കുന്നു. 12,000 ചില്ലുവാനും ആൾക്കാരാണ് പ്രതിദിനം ഇന്ന് പനി ബാധിച്ച് ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ആശുപത്രികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ സജ്ജീകരണം ഒരുക്കി? ഈ ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാവരും വൈറൽ ഫീവറായിട്ട് വരുന്നവരോ അല്ലെങ്കിൽ സാധാരണ ജലദോഷപ്പനിയായിട്ട് വരുന്നവരോ ഒന്നുമല്ല. അവിടെ നമ്മൾ ഷിഗല്ലയെ പ്രതീക്ഷിക്കണം, മസ്തിഷ്ക ജ്വരത്തെ പ്രതീക്ഷിക്കണം, ഈ പറയുന്ന നിപ്പയെ പ്രതീക്ഷിക്കണം, കോവിഡിനെ പ്രതീക്ഷിക്കണം. ഈ പറയുന്ന വിവിധ തരത്തിലുള്ള പകർച്ചപ്പനികളെ പ്രതീക്ഷിച്ചുകൊണ്ട് വേണം ഒരാൾ ആശുപത്രിയിലേക്ക് ചെല്ലാൻ. അപ്പോൾ അവിടെ ഏത് തരത്തിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ അവിടെ ഏത് തരത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഈ ആരോഗ്യവകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ളത്? അവിടെ എന്തെങ്കിലും സജ്ജീകരണം ഉണ്ടോ? ഒന്നുമില്ല. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ OP-യിലേക്ക് കാണുന്നത് മുടിഞ്ഞ തിരക്ക്, രോഗികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമാണ്. കാരണം എന്താ, കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ ആശുപത്രികൾ നന്നായി എന്നുള്ളതിന്റെ തെളിവാണ് സർക്കാർ ആശുപത്രികളിലേക്ക് ആൾക്കാരുടെ എണ്ണം കൂടുന്നത്, രോഗികളുടെ എണ്ണം കൂടുന്നത്. അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോയനെ.
അപ്പോൾ അവിടെ വരുന്ന രോഗികളെ കാറ്റഗറൈസ് ചെയ്യാനും ആ കാറ്റഗറൈസ് ചെയ്ത രോഗികൾക്ക് അവരുടെ രോഗം അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റുകളിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ടുള്ള സമീപനമല്ലേ ഉണ്ടാകേണ്ടത്? ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഇപ്പം മരുന്നുകളുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ, മരുന്നുകളില്ല. അത് ഷിഗല്ല പോലെയുള്ള വൈറസുകളെ അല്ലെങ്കിൽ ബാക്ടീരിയകളെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ ഈ പറയുന്ന നിപ്പ വൈറസ് പടർന്നു പിടിക്കുന്നതിന് അതിനെതിരായിട്ടുള്ള മരുന്നുകൾ ഇല്ലെന്നേ നമ്മുടെ കേരളത്തിൽ. അതിന്റെ മരുന്ന് ക്ഷാമം രൂക്ഷമായി എന്ന് പറഞ്ഞിട്ട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടി വരും, സിസ്റ്റം ഉറങ്ങുകയാണോ എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. ഈ സംവിധാനം തന്നെ ഉറങ്ങിയിരിക്കുകയാണ്. അപ്പം മരുന്നുകൾ ആവശ്യത്തിന് കിട്ടാത്തൊരു സാഹചര്യത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്താൻ പോകുന്നു. നമ്മൾ പേടിക്കണം. ഇപ്പൊ പറയാം ഷിഗല്ല, എവിടെ നിന്നാണ് ഷിഗല്ല ഉണ്ടാകുന്നത്? ഷിഗല്ല മലിനജലത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ബാക്ടീരിയയാണ്. അത് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇവിടെ വേണ്ട എന്താണ്? ഇവിടെ കൃത്യമായി തട്ടുകടകളടക്കമുള്ള ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾക്ക് അല്ലെ ഭക്ഷണ നിർമ്മാണ വിതരണ കേന്ദ്രങ്ങൾക്ക്, ഹോട്ടലുകൾക്കാണെങ്കിൽ തട്ടുകട അടക്കം അവക്കെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അവിടെ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അതിന്റെ ഗുണനിലവാരം പരിശോധിക്കേണ്ടി വരും. പിന്നെ വൃത്തിയില്ലാത്ത തട്ടുകടകൾ പോലും അടച്ചുപൂട്ടണം. ഈ പറഞ്ഞൊരു സംവിധാനത്തിലേക്ക് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ആ നിലക്കല്ലേ കാര്യങ്ങൾ പോകേണ്ടത്. അപ്പോൾ അത് കുറച്ചുകൂടെ കാര്യക്ഷമമായി നടത്തുക എന്നുള്ളതാണ്. അല്ലാതെ അത് ഞാൻ ഉത്തരവിട്ടിട്ടുണ്ട് അതങ്ങ് നടന്നോളൂ എന്നല്ല. അത് കാര്യക്ഷമമായി നടത്തുകയും അതിനനുസരിച്ച് പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു ഇച്ഛാശക്തിയോട് കൂടിയുള്ള ഭരണ സംവിധാനമാണ് വേണ്ടത്. ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല ഇത് UDF വന്നാലും LDF വന്നാലും ഈ പറയുന്ന പനികളെല്ലാം വരും, ഉറപ്പാ. അല്ലാതെ എണ്ണം കെട്ടാവ് നാട് ഭരിക്കണമെന്നൊന്നും ഇല്ല. ഇപ്പം അങ്ങനെയാണെങ്കിൽ മുരളീധരൻ പറഞ്ഞത് ഇപ്പം നമുക്ക് പ്രാവർത്തികമാക്കേണ്ടി വരും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ കാലത്തിന് മുൻപേ സഞ്ചരിച്ച വാക്കുകളായിട്ട് വരും. ഇവിടെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കൃത്യമായ ആരോഗ്യ സംരക്ഷണ മാതൃകകളാണ് നമുക്കിവിടെ ഉണ്ടാകേണ്ടത്. അപ്പോൾ അത്തരം മാതൃകകൾ ഉണ്ടാകാത്തിടത്തോളം കാലം കേരളത്തിൽ ഈ പറയുന്ന ആരോഗ്യരംഗം വളരെ ശോചനീയമായ അവസ്ഥയിലേക്ക് പോകും. ഇവിടെ മുഖ്യമന്ത്രിമാരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ കൂലങ്കഷമായി ചർച്ച നടത്തിയ സമയത്തും ഇവിടെ എന്തുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്ത് മഴക്കാല പൂർവ്വ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ ക്രോഡീകരിക്കാഞ്ഞത്? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇതൊക്കെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഞങ്ങൾ വിജയിച്ചു. ഇപ്പം ഒരു 5 വർഷം അവരുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ അടുത്ത എത്രയും പെട്ടെന്ന് തന്നെ ഒരു തർക്കം ഉണ്ടാകാത്ത രീതിയിൽ ഞങ്ങളൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ഒരു ഭരണ സംവിധാനം, ഒരു സർക്കാർ ഉണ്ടാക്കണം. ആ സർക്കാർ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ വരാൻ പോകുന്ന മാസങ്ങളെ പ്രതിരോധിക്കാൻ കഴിയൂ. ഇവരെ ചിന്തിക്കേണ്ടത് എന്താ? സ്കൂൾ തുറപ്പ് എന്ന് പറയുന്നൊരു സംവിധാനം ഇവിടെ വരുന്നുണ്ട്. ആ സമയത്താണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് വരുന്നത്. മെയ് 4 എന്തോ റിസൾട്ട് വന്നതാണ്. മെയ് 4 10-11 ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു സർക്കാർ രൂപീകരിക്കുന്നത്. അപ്പം ഈ പറയുന്ന സ്കൂൾ തുറക്കുന്ന സാഹചര്യം വരുന്നുണ്ട്, മഴ വരുന്നുണ്ട്, പിന്നെ രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യത, ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ളവരാണെങ്കിൽ എത്രയും വേഗം ഒരു സർക്കാർ രൂപീകരിക്കാനായിരുന്നു ശ്രദ്ധിക്കേണ്ടിയിരുന്നത്. പക്ഷെ എന്നാൽ അങ്ങനെയല്ല സംഭവിച്ചത്. അതിന്റെ പ്രശ്നം തിരുവനന്തപുരം നഗരസഭയെ കാണുന്നുണ്ട്. മാലിന്യങ്ങൾ റോഡിന്റെ നാനാഭാഗങ്ങളിൽ കുന്നുകൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ന് തിരുവനന്തപുരം നഗരസഭയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഇവിടെ ഓരോ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയമാണ്. അല്ലാതെ പരസ്പരം പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളതല്ല. വീണ ജോർജിന്റെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലും അത് വ്യക്തമാണ്. കാരണം അവരൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ വളരെ കൃത്യമായിട്ട് കൊണ്ടു നടന്നത് എന്നുള്ളതിന് ഇപ്പോഴാണ് നമുക്കത് ബോധ്യപ്പെടുന്നത്. ശരിക്കും നമുക്ക് വിമർശിക്കാമായിരുന്നു. ഇവിടെ ഒരു നെഗ്ലിജൻസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വിമർശിക്കാം, അവിടെ എന്ത് സംഭവിച്ചു അല്ലേ, അത് തെറ്റായി പോയി, പിന്നെ അങ്ങനെ നമ്മളതിനെ വിമർശന ബുദ്ധിയോട് കൂടി നമ്മളതിനെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഈ മന്ത്രിസഭ അധികാരത്തിലേറ്റതിന് ശേഷം ചറപറാന്ന് പ്രശ്നങ്ങളാണ് ആരോഗ്യവകുപ്പിൽ ചർച്ച ചെയ്ത പോയി ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എല്ലാ ദിവസവും ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകളാണ്. ഇതിലേറെ ഏറ്റവും നിരാശാജനകമായ ഒരു കാര്യം ഉണ്ടായിരുന്നു. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ആ രോഗിയുടെ, അതായത് ഇപ്പം നിപ ബാധിച്ച ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയുന്ന അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഒരു 43-കാരനുണ്ട്. അയാളുടെ പിന്നെ സ്വാബ് പരിശോധിച്ചതിന്റെ പൂനെയിൽ നിന്നുള്ള ഫലം മന്ത്രി അറിഞ്ഞിട്ടില്ല. കളക്ടറാണത് പുറപ്പെടുവിക്കുന്നത്. മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ ദാരുണമായ ഒരു സംഭവം വേറെ ഉണ്ടാവാനുണ്ടോ? ഇതൊക്കെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആരാ? ശരിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഉത്തരവാദിത്വമല്ലേ? ഇവിടെ വീണ ജോർജ് ആയിരുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, മാധ്യമങ്ങളിട്ട് കത്തിക്കത്തില്ലായിരുന്നു ഇത്. വീണ ജോർജിനെ എത്രമാത്രം തേജോവധം ചെയ്യാൻ കഴിയുമായിരുന്നു അത്രമാത്രം തേജോവധം ചെയ്യില്ലായിരുന്നു ഈ സിറ്റുവേഷനിൽ. വീണ ജോർജ് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ മാധ്യമങ്ങൾ അച്ചു നിരത്തും. ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞിട്ട് ചാനലുകളുടെ സ്ക്രീനുകളിൽ വലിയ വെണ്ടക്കാശ്രതി വരും. വീണ ജോർജ് അറിഞ്ഞതേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒറ്റ വാക്കടിച്ചാൽ മതി. ഇത് പക്ഷെ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അതാണ് രസം. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു പലപ്പോഴും വലതുപക്ഷത്തോട് കാണിക്കുന്ന ഒരു സോഫ്റ്റ് കോർണർ ഇക്കാര്യത്തിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ഇനി അങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പ്രതികരിക്കുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾ 4th പില്ലർ ആണല്ലോ. അവിടെ പ്രതികരിക്കുക എന്നുള്ളതാണ്. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെട്ടു പോകുന്നത് നമ്മുടെ സഹോദരങ്ങളാണ് എന്നുള്ളൊരു ബോധം ഉണ്ടാവണം. അതിനെന്തുകൊണ്ട് ഇവിടെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാർ ഇടപെടുന്നില്ല എന്ന ശക്തമായി ചോദ്യം ഉയർത്തണം. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പിന്നെ വലിയ വിഷയം ഉണ്ടായി.
അവിടുത്തെ OR കേളു എന്ന് പറഞ്ഞാൽ ഇവിടെ മത്സരിച്ച ഒരാളിനെ അവിടെ എന്നിട്ട് ചോദിച്ചു, പണ്ട് ഞങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇവിടെ മന്ത്രി എത്തിയില്ല എന്നുള്ളതായിരുന്നു പരാതി, എന്നിട്ട് വയനാട്ടിൽ എത്ര മന്ത്രിമാരെ എത്തിയെന്ന് OR കേളു കൃത്യമായി മാധ്യമങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ സംഭവിച്ച ഒരു നാടാണ് കേരളം. അപ്പോൾ അതുകൊണ്ട് ഇതിനൊക്കെ ഒരു കൃത്യമായ നടപടിക്രമങ്ങൾ ഉണ്ടാവണം, പ്രോട്ടോകോൾ പാലിച്ച് തന്നെ പോകണം. നമ്മൾ സമ്പർക്ക പട്ടികയില്ല, പിന്നെ റൂട്ട് മാപ്പുകളില്ല, ഇതൊന്നും ഇല്ലാതെ ഒരു ക്രിട്ടിക്കലായ ഒരു രോഗം നിപ്പയുടെ സർവൈവൽ റേറ്റ് വളരെ കുറവാണ് സർവൈവൽ റേറ്റ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് പടർന്ന് പിടിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അയാളുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുക, അയാളുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കുക, അവരെ ക്വാറന്റൈൻ ചെയ്യുക. അപ്പോൾ രോഗം വ്യാപിക്കാതെ കുട്ടികളിലേക്ക് പോലും രോഗം എത്താതെ ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കേണ്ടത് ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് ഇച്ഛാശക്തിയോടുകൂടി മറ്റ് ഈ പറയുന്ന പോലെ എണ്ണം കെട്ടവനൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ കസേരയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പണി വൃത്തിയായിട്ട് ചെയ്തേ പറ്റൂ. ഇത് കേരളമാണ്, കേരളത്തിലെ ജനങ്ങളാണ്, അവരുടെ ആരോഗ്യമാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം.